തൃശൂരിലെ ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടിയിലേക്ക് സിപിഐഎം. പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ മറ്റ് ചുമതലകളിൽ നിന്നും ഒഴിവാക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കാൻ ഡിവൈഎഫ്ഐക്ക് നിർദ്ദേശം നൽകും. പാർട്ടി അച്ചടക്കം ലംഘിച്ചുവെന്ന ഗുരുതര കുറ്റം കണക്കിലാക്കിയാണ് നടപടി. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, സസ്പെൻഷൻ മാത്രമല്ല തുടർ നടപടികളിലേക്കും പാർട്ടി കടക്കുമെന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഖില, ശരത് പ്രസാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും പാർട്ടിയെ പൊതുമധ്യത്തിൽ അവമതിപ്പിനിടയാക്കുകയും നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത ആരോപണം ഇനിയൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കരുത്. അത് കൃത്യമായ അച്ചടക്ക ലംഘനമാണ്. അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് CPM കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. നേരത്തെ ഒരു വിഭാഗത്തിന് നേരിയ തോതിലെങ്കിലും ഒരു താല്പര്യമുണ്ടായിരുന്നു. ശരത്ത് വളർന്നു വരുന്ന യുവ നേതാവാണ്, കടുത്ത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി പ്രത്യേക താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശകൾ ഉണ്ടായത്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പൊതുവികാരം തന്നെ ഇത്തരത്തിൽ കടുത്ത നടപടി വേണമെന്നായിരുന്നു. ഇന്നലെ ന്യൂസ് മലയാളമാണ് ശരത്തിനെതിരായ ആദ്യ അച്ചടക്ക നടപടി 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ശരത്തിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് CPM. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ശരത്ത് മറ്റ് ഘടകങ്ങളിൽ വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നത്. ആ കമ്മിറ്റികളിൽ നിന്നും ശരത്തിനെ ഒഴിവാക്കാനും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനുമുള്ള തീരുമാനത്തിലേക്ക്, ആലോചനയിലേക്ക് തന്നെയാണ് CPM കടന്നിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ പാർട്ടിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേർന്ന് ശരത്തിൻ്റെ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ അഴീക്കോടൻ ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെത്തിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശന നിർദ്ദേശം പാർട്ടി ജില്ലാ ഘടകത്തിന് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ആണ് ഈ സംസ്ഥാന കമ്മിറ്റിയുടേതായിട്ടുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തത്. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഈ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. അതിനെ മറികടന്നുകൊണ്ടൊരു ചർച്ചയോ മറ്റോ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ഉണ്ടായില്ല. മാത്രമല്ല, ശരത്തിനെതിരായ അച്ചടക്ക നടപടി കർശനമായിട്ടുള്ള ഒരു അച്ചടക്ക നീക്കത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന് പുറത്ത് ദൈർഘ്യമേറിയ സംഭാഷണം വീണ്ടുമുണ്ട്. അത് നേതാക്കളെ കൂടുതൽ കുറ്റപ്പെടുത്തുകയും ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന ശബ്ദ സംഭാഷണമാണ്. അത് ശരത്തിൻ്റെ തന്നെയാണ് എന്ന് പാർട്ടിക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശന നടപടിയിലേക്ക് കടക്കുക. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും യോഗങ്ങളും AKG സെൻറ്ററിൽ നടക്കുന്നുണ്ട്. ഈ കമ്മിറ്റിയിലും യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടാകും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയോട് കൂടി ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കീഴ്ഘടകങ്ങളിലേക്ക് ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യുക. ഏതായാലും ശരത്തിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. SFIയിലൂടെ വളർന്നു വന്ന SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ശരത്ത് നേരിട്ട് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. യുവ നേതാവ് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് പാർട്ടിക്ക് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റിയപ്പോൾ ശരത്തിനെ പുതിയ സെക്രട്ടറിയായി പരിഗണിക്കുന്നു. അവിടെ നിന്നും അങ്ങനെ കരുത്തുറ്റ ഒരു യുവ നേതാവായി വളർന്നു വരുന്നതിനിടെയാണ് ഈ വ്യക്തിപരമായ വലിയ തിരിച്ചടി ശരത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനും കീഴ്ഘടകങ്ങളിലേക്കുള്ള റിപ്പോർട്ടിങ്ങിന് മാത്രമായിരിക്കും ഇനി കാലതാമസം ഉണ്ടാകുക. ഏതായാലും ശരത്തിനെതിരെ ശബ്ദരേഖ വിവാദത്തിൽ കർശന നടപടിയിലേക്ക് CPM കടന്നിരിക്കുന്നു. അഖില.